ഹായ് എല്ലാവർക്കും ഫുഡി ബേയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബേയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ബീഫ് ചുക്കയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ബീഫ് ചുക്ക എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് ചുക്ക എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ബീഫ് ചുക്ക ഉണ്ടാക്കാനെ കൊണ്ട് 1/2 kg ബീഫ് എടുത്തേക്കാണ്. നമ്മൾ നല്ലോണം ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബീഫ് ചുക്ക ഉണ്ടാക്കാനെ കൊണ്ട് നമ്മൾ ആദ്യമേ ഒരു കുക്കർ എടുക്കുക. കുക്കറിനകത്താണ് നമ്മൾ ബീഫ് വേവിക്കുന്നത്. നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്, നല്ല പേസ്റ്റാക്കി എടുത്തതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും. അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണേ. ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ എടുക്കരുത്, 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് എടുത്താൽ മതി. 1 ടീസ്പൂൺ ഉപ്പ് എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം. 1/2 ഗ്ലാസ് വെള്ളം മതി. നമ്മുടെ ഈ ബീഫ് ഒന്ന് മുങ്ങിക്കിടക്കാതെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം നമുക്ക്. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലോണം നമ്മളിത് ഇളക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് വേവിക്കാനെ കൊണ്ട് നമുക്ക് ഈ കുക്കറാണ് ബെറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാലേ കുക്കറിനകത്തിരുന്ന് വേവുമ്പം ബീഫ് അടിപൊളിയായിട്ട് വെന്ത് വരും. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 വിസിൽ അടിച്ച് വരുമ്പം നമുക്കിത് വാങ്ങി തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് വേവിച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ബീഫ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 70 to 80% വരെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ബാക്കി നമ്മുടെ അടുത്ത പ്രോസസ്സിനകത്ത് അത് വെന്ത് വരും. ഇനിയിപ്പോൾ നമുക്കിതൊരു പാനിനകത്തോട്ട് മാറ്റാം. അപ്പോൾ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ആ പാൻ ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. അതിനകത്തോട്ട് നമ്മുടെ ആ വേവിച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ആദ്യമേ ആ ചാറ് ഒഴിക്കുക, എന്നിട്ട് ആ ബീഫും കൂടി ഇട്ട് കൊടുക്കുക. മൊത്തം കണ്ടൻറ്റും ഇതിനകത്ത് വീഴണം. ഇനിയിപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. ജസ്റ്റ് ഒന്ന് കുതിച്ച് വന്നാൽ മതി. അപ്പോൾ നമ്മുടെ ബീഫ് ഒന്ന് ജസ്റ്റ് തിളച്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഇത് ഗരം മസാലയാണ്. ഗരം മസാല 1/2 ടീസ്പൂൺ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. കൂടെ തന്നെ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണാണ്, 1/2 ടേബിൾ സ്പൂൺ മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൂണ്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചതാണ്. അതിട്ടിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മതി. അതിട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാമായിട്ട് നല്ലോണം നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 5 മിനിറ്റത്തേക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് ഇത് വറ്റി വന്നിട്ടുണ്ട്. നല്ലോണം കുറി വരുന്നിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. ആദ്യമേ നമുക്ക് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തോണം. അതായത് ഫ്ലെയിം ഒരിച്ചിരി കുറച്ച് വെക്കണം. അപ്പോൾ നമ്മൾ കുരുമുളക് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കണം. ഇനി ഇതിനകത്ത് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് നമുക്ക് നമ്മുടെ ജീരകപ്പൊടിയാണ്. 1 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കണം. ജീരകപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം.
ഇപ്പോൾ നമ്മുടെ ബീഫ് ചുക്കയുടെ മണം അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അടിപൊളി മണമാണ്. ഇനി ഫൈനലി നമുക്ക് ഇതിനകത്ത് ഒരു നാരങ്ങയാണ്, അരമുറി നാരങ്ങ, അത് ഇതിനകത്തോട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് കൂട്ടാം. എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ് ചുക്ക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. അടിപൊളിയായിട്ട് ഇതേ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫ് ചുക്ക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്കിതങ്ങ് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് ചുക്ക നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല വാസനയായിരുന്നു നമ്മൾ കുക്ക് ചെയ്ത സമയത്ത്. നല്ലൊരു പീസ് നോക്കിയെടുത്തേക്കാണ്. അടിപൊളി ടേസ്റ്റ്, അസാധ്യ ടേസ്റ്റാണ് അരപ്പിലും. നമ്മുടെ ആ ജീരകത്തിൻ്റെ പെപ്പറിൻ്റെയൊക്കെ ടേസ്റ്റ് അടിപൊളിയാണ്. പിന്നെ ബീഫ് നമ്മൾ കുക്കറിയിട്ട് വേവിച്ചുകൊണ്ട് നല്ല മൃദുത്വമുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ ബീഫ് ചുക്ക എന്ന് പറയുന്ന ഡിഷ് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ പറയാനെ കൊണ്ട് നിങ്ങൾ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ ഇനിയും അടുത്ത അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.